2025 മികവ് പരിപാടി ആരംഭിക്കുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷയായി ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സാക്ഷിയുടെ പ്രിയ പ്രേക്ഷകരെ നമസ്കാരം. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 2025 SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും അവാർഡ് ദാനവും ബഹുമാനപ്പെട്ട ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചിറാണി ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ്. ഈ ലൈവിലേക്ക് എവരെയും ക്ഷണിച്ചുകൊള്ളു. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 2025 SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. മികവ് 2025. ഈ പ്രോഗ്രാമിൽ ആദ്യമായി ഈശ്വര പ്രാർത്ഥന. മികവ് 2025 സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എ രാജു അവർകളെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് 2024-25 അക്കാഡമിക് വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ കുട്ടികളെ, വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷമായി ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരികയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഈ സമൂഹത്തിലുണ്ടെന്ന് ഒരു ധാരണ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. അതിലുപരിയായി അവരുടെ കഠിന പ്രയത്നത്തിന് അവർ സ്വീകരിച്ച പഠന നിലവാരത്തിന് ഒരു മെറിറ്റ് അവാർഡ് കൊടുക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമായി കരുതേണ്ടതുണ്ട്. സ്വാഭാവികമായി നമ്മൾ ഈ ലക്ഷ്യങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഈ നേടിയ മെറിറ്റ് തൻ്റെ വിദ്യാഭ്യാസ കാലത്തിലുടനീളം കാത്തു സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനും ഈ ഇന്നിവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന എല്ലാ കുട്ടികളും അതിൻ്റെ ഒരു മെറിറ്റ് തന്നെ എല്ലാ തലങ്ങളിലും ഉന്നത പഠന നിലവാരത്തിലും അത് നിലനിർത്തി പോകണമെന്ന് തന്നെയാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ ആവശ്യം. അത് നിലനിർത്തുമെന്നതിന് പ്രതീക്ഷ. കഴിഞ്ഞ വർഷങ്ങളിൽ SSLC +2 A+ വാങ്ങിച്ച ഒട്ടനവധി കുട്ടികൾ ഇപ്പോൾ +2 എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികളുടെ അവാർഡ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് തന്നെ വളരെ സന്തോഷകരമാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ നിലനിർത്തി പോകുന്ന ഈ മെറിറ്റ് തങ്ങളുടെ പഠന സംവിധാനം എപ്പോഴും തുടരുന്നുവോ അപ്പോഴെല്ലാം തന്നെ അത് ഈ ഒരു A+ A ഗ്രേഡോടുകൂടി
നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ മികവ് 2025 എന്ന ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിട്ടുള്ള പ്രസിഡന്റാണ്. ശ്രീമതി മിനി സുനിലിനെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മികവ് 2025 പ്രോഗ്രാം എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയായിട്ടുള്ള ജെ ചിഞ്ചുറാണി അവர்களാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എത്തും എന്നറിയിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഡിവിഷൻ മെമ്പറുമായിട്ടുള്ള അഡ്വക്കേറ്റ് സാംബേഡാലിയെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ശ്രീ രവി നായരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബ്ലോക്ക് മെമ്പറായിട്ടുള്ള ശ്രീ NS സലീൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി റിജ ഷെഫീഖിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ MR കൃഷ്ണരാജ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റായിട്ടുള്ള വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ബാബുരാജൻ അവരുടെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീ ഉണ്ണികൃഷ്ണപിള്ള, ശ്രീമതി ഉഷ ബോസ്, ശ്രീ രഞ്ജിത്ത്, ശ്രീമതി മഞ്ജു മറിയപ്പള്ളി, ശ്രീമതി ജെ വി ബിന്ദു, PS സുകുമാർ, ശ്രീമതി ജയലേഖ, ശ്രീമതി S സിന്ധു, ശ്രീ നസീം അമ്പലത്തിലടക്കം വേദിയിലുള്ള മുഴുവൻ പേരെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ CDCന്റെ ചെയർപേഴ്സൺ ഷാലിമാർ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചുള്ളത്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി രേഖപ്പെടുത്തുന്നതിനുള്ള നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള സെക്രട്ടറി ശ്രീ സജുവാർ സാറിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പൊതുജന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള ശ്രീ അജയനടക്കം അഡ്വക്കേറ്റ് മോളിഷനടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അവരെയും സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ശ്രീ റിയാസ് അവர்களെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ അവാർഡ് ഏറ്റുവാങ്ങാനെത്തിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അവരോടൊപ്പം വന്ന ബഹുമാനരായിട്ടുള്ള എല്ലാ രക്ഷകർത്താക്കളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായിട്ടുള്ള സ്വാഗതം ആശംസിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് A രാജു അവർ മികവ് 2025 ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അവർ മികവ് 2025 എല്ലാവിധ ആശംസകളും അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരി നായർ അവർ, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സാംബേഡാനി അവർ, ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ റീജ ഷെഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ വിഷ്ണുരാജ്, ജനപ്രതിനിധികളായിട്ടുള്ള മഞ്ജു മറിയപ്പള്ളി അവർ, അഡ്വക്കേറ്റ് ഉഷ ബോസ്, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ടൗൺ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള JV ബിന്ദു അവർ, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വൈസ് പ്രസിഡന്റും വെള്ളൂപ്പാറ വാർഡംഗം കൂടിയായിട്ടുള്ള M ബാബുരാജ് അവർ, വെട്ടുവഴി വാർഡ് മെമ്പർ ജയലേഖ, കുരിയോട് വാർഡംഗം PS സുനിൽകുമാർ, എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് ജനപ്രതിനിധികൾ, CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവാജയൻ, CPMന്റെ പാർട്ടിയുടെ മുതിർന്ന അംഗം D സന്തോഷ് അവർ, അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള, ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്, കോൺഗ്രസിന്റെ നേതാവ് റിയാസ്, BJPയുടെ നേതാവ്
മോഹൻപിള്ള, ബഹുമാന്യരായിട്ടുള്ള കുടുംബശ്രീ പ്രവർത്തകർ, CDS മെമ്പർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം പുറം ലോകത്തേക്ക് അറിയിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ മീഡിയ പ്രവർത്തകർ, ഗ്രാമപഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥർ, ബഹുമാന്യനായിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി, പ്രിയപ്പെട്ടവരെ, 2025 മികവ് എന്ന പ്രോഗ്രാം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടർച്ചയായ 2ാം തവണയാണ് ഇത്തരത്തിലൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത്. ഏകദേശം +2-നും SSLC-ക്കും 103ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഫുൾ A+ വാങ്ങി നമ്മുടെ പഞ്ചായത്തിൽ വിജയികളായിട്ടുള്ളത്. ഈ A+ന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിനു പുറമെ ഒട്ടനവധി കഴിവുള്ള വിദ്യാർത്ഥികൾ പുറത്തു നിൽപ്പുണ്ട്. എങ്കിലും നമ്മൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം A+ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ 103ലേക്ക് ചുരുങ്ങേണ്ടി വന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മളെ വിദ്യാർത്ഥികളെല്ലാം തന്നെ പഠനമെല്ലാം കഴിഞ്ഞ് +2-ലും ഫുൾ A+ വാങ്ങിച്ച് ഉപരിപഠനത്തിന് അവരുടെ മേഖലകൾ തിരഞ്ഞെടുക്കുന്നതിലേക്ക്, അവരുടെ ജീവിത മേഖല തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി മറ്റു ഉപരിപഠനങ്ങളിലേക്ക് പോകാൻ ഉള്ള തത്രപ്പാടിലാണ്. അതുപോലെ തന്നെ SSLC-ക്ക് ഫുൾ A+ വാങ്ങിച്ച കുട്ടികൾ അവരുടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിന് വേണ്ടി പല സ്കൂളുകളിലും അഡ്മിഷൻ നേടുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് യാതൊന്നും തന്നെ പറയാനില്ല. എൻ്റെ മക്കളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മൾ ഈ നേടിയെടുക്കുന്ന വിജയങ്ങളെല്ലാം തന്നെ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് നഷ്ടപ്പെടാതെ ഇന്ന് നമ്മളെ വിദ്യാർത്ഥികളെ പല മേഖലകളിലും കൂട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ ദൈനംദിനം പത്രങ്ങളിലൂടെയും അല്ലാതെയും അറിയാവുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കള്, നിങ്ങളെ പ്രായത്തിലുള്ള ഒരു മകളും മകനും ഉള്ള ആളാണ് ഞാൻ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട മക്കള് ആ രീതിയിലേക്കൊന്നും പോവാതെ നിങ്ങൾക്ക് ഈ സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ സമൂഹത്തിന് നിങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിലുള്ള ഉത്തരവാദിത്വമാണ് ഇത്തരത്തിൽ നിങ്ങളെ വിളിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വം വളരെ വലുതാണ്. പഠനത്തിലായാലും പഠനേതര പ്രവർത്തനങ്ങളിലായാലും ഒട്ടനവധി ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ മേലുണ്ട്. അതെല്ലാം തന്നെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മളെക്കാൾ താഴെയുള്ളവരെ സഹായിക്കുന്നതിനും അതുപോലെ തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് വിശിഷ്യ ഈ പഞ്ചായത്തിന് പേര് വരത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവും എന്നാണ് വിശ്വാസം. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. കാര്യം 3 മണിക്കാണ് നമ്മൾ ഈ പ്രോഗ്രാം വെച്ചിരുന്നത്. ഇപ്പം തന്നെ മണി 4 കഴിഞ്ഞു. നമ്മളെ മക്കളെല്ലാം സ്കൂളുകളിൽ പോയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാതെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ ക്ഷീരവികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ MLA കൂടിയായിട്ടുള്ള സഖാവ് ജെ ചിഞ്ചുറാണി അവരുടെ ഏറെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മീഡിയ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീമതി മിനി സുനിൽ, നമുക്കേവർക്കും സ്വാഗതം പറഞ്ഞ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സഖാവ് രാജു, ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് സാംഖേ, ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിയപ്പെട്ട മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സാംഖേ ഡാനിയൽ,
പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ഹരി വി നായർ, പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി സലീന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റീജ, അതോടൊപ്പം തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ വിഷ്ണു, പ്രിയപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസം ശ്രീമതി ഷംന, പ്രിയങ്കരനായ മുൻ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ബാബുരാജൻ, പ്രിയപ്പെട്ട വാർഡ് മെമ്പർമാർ ഉണ്ണികൃഷ്ണപിള്ള, ശ്രീമതി ഉഷ, പ്രിയപ്പെട്ട ടി രഞ്ജിത്ത്, ശ്രീമതി മഞ്ജു, അതോടൊപ്പം തന്നെ ശ്രീ ജെ വി ബിന്ദു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ പി എസ് സുനിൽകുമാർ, പ്രിയപ്പെട്ട ശ്രീമതി ജയലേഖ, ശ്രീ എസ് സിന്ധു, പ്രിയപ്പെട്ട നസ്ലീം അമ്പലത്തിൽ, ശ്രീ ഷാലിമ CDS ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ സാജികുമാർ നമ്മുടെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ വിദ്യാർത്ഥിനികൾ, അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്രമാധ്യമ പ്രവർത്തകരെ, വളരെ സന്തോഷപൂർവ്വമാണ് ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ ഇന്നാദരിക്കലും അവാർഡ്ദാന പരിപാടികളിലും പങ്കെടുക്കുന്നത്. ഇന്ന് നമ്മുടെ ചടയമംഗലം മാത്രമല്ല, കേരളത്തിൻ്റെ മുക്കിനും മൂലയിലുമെല്ലാം നമ്മുടെ ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ A+ കരസ്ഥമാക്കിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക സംഘടനകൾ, കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ മറ്റ് ചില ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ നടത്തുന്ന എല്ലാ വിഭാഗം ആൾക്കാരും ഇത്തരത്തിലുള്ള ആദരവ് നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആദരവ് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ കുട്ടികളുടെ പഠനവും ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് നല്ലതുപോലെ കടന്നു കയറുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇത്തവണ നമ്മുടെ നിയോജക മണ്ഡലം മാത്രം എടുത്ത് ഞങ്ങൾ പരിശോധിച്ചപ്പോൾ SLCക്കും +2നും കൂടെ 1200-ലധികം ആൾക്കാർ കുട്ടികൾ നമുക്ക് അവാർഡ് വാങ്ങുവാൻ എത്തിയ കുട്ടികളുടെ എണ്ണം ഞങ്ങൾ കണ്ടു. ഇവിടുത്തെ 17 ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടെ ചേർന്ന് ഉള്ള സ്കൂളുകളുടെ എണ്ണം മാത്രമാണ് ഇത്രയും 1000. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നമുക്കറിയാം എല്ലാ കുട്ടികളെയും ഈ തരത്തിൽ നമുക്ക് ഒരിക്കലും ഉയർത്തിക്കൊണ്ടുവരാൻ സാധ്യമല്ല. പുതിയ വിദ്യാഭ്യാസ നയവും സമ്പ്രദായവും കേരളത്തിൽ വന്നതിന് ശേഷം അതെല്ലാം ഗ്രേഡിങ്ങും അതോടൊപ്പം തന്നെ A+ലേക്കും നമ്മുടെ കുട്ടികളുടെ റാങ്കിങ് വ്യവസ്ഥ ഉയർന്നു വന്നപ്പോൾ കുട്ടികളെല്ലാം നല്ലതുപോലെ പഠിക്കുകയാണ്. ഇന്ന് A+ എന്ന് പറയുമ്പോൾ നിസ്സാരപ്പെട്ടതല്ല. പഴയ തന്നെ നമുക്കറിയാം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ SLC കാലഘട്ടത്തിൽ, പണ്ടത്തെ കാലഘട്ടത്തിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും നല്ല പഠിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് നമ്മൾ പലപ്പോഴും പറയും. റാങ്ക് വളരെ കുറച്ച് പേർക്ക് കിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് ക്ലാസ് 60% മാത്രം അല്ലെങ്കിൽ 60%-ലധികം കിട്ടുന്ന കുട്ടികളെയാണ് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇന്ന് 95%-ലധികം പഠിക്കുന്ന കുട്ടികൾ അവരെല്ലാം A+ലേക്ക് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് മേടിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും നമ്മുടെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിവിടെയും നമുക്കുണ്ട്. 1-2 മാർക്കിനും നമുക്കറിയാം ഫുൾ മാർക്ക് കിട്ടാത്ത കുഞ്ഞുങ്ങളുടെ എണ്ണവും അതും കേരളത്തിൽ കൂടുതലാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാം. കഴിഞ്ഞ തവണ ഞങ്ങൾ പഠിച്ചു നോക്കിയപ്പോൾ കൊല്ലം ജില്ലയിൽ 12 പേർ 1200 മാർക്ക് മേടിച്ച കുട്ടികളാണ്. അപ്പോൾ ഇവരെല്ലാം ഉയർന്ന വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു കയറുകയാണ്. 10ാം ക്ലാസ്സുകാർ +1ലേക്ക് പോകുന്നു, +2 കഴിഞ്ഞവർ ഡിഗ്രി പരീക്ഷയ്ക്ക് പോകുന്നു, എഞ്ചിനീയറിംഗിലേക്ക് തിരിയുന്നു, MBBSലേക്ക് തിരിയുന്നു, മറ്റിതരം കോഴ്സുകളിലേക്ക് തിരിയുന്നു. ഏത് മേഖലകളിലും അത്തരത്തിലുള്ള കുട്ടികൾക്ക് കടന്നു ചെല്ലുവാൻ പറ്റാവുന്ന തരത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ സമഗ്രമായി മാറ്റിക്കൊണ്ടാണ് ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇത്രയധികം ഇത്തവണ കുറച്ച് വിഷയം വന്നത് നമുക്ക് SLC കഴിഞ്ഞപ്പോൾ +1 അഡ്മിഷൻ കിട്ടുന്ന ചില കുട്ടികളുടെ ചില പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്നും വന്നു എന്നുള്ളതാണ്. അതൊക്കെ ഗവൺമെൻറ് ശ്രദ്ധയിൽ എത്തുകയും അഡീഷണൽ നമുക്ക് ചില സ്കൂളുകൾക്ക് നമ്മൾ അത്തരത്തിൽ കുഞ്ഞുങ്ങളെ അഡീഷണൽ പഠിപ്പിക്കുവാൻ വേണ്ടുന്ന ഡിവിഷൻ അനുവദിക്കത്തക്ക നിലയിൽ അത് ഏതൊക്കെ സ്കൂളുകളാണ് സൗകര്യമുള്ളത് എന്നുള്ളത് DD മുഖേന തന്നെ ഓരോ സ്കൂളും അന്വേഷിച്ച് സൗകര്യമുള്ള സ്കൂളുകളിലൊക്കെ അഡീഷണൽ ബാച്ച് ഉൾപ്പെടെ കൊടുക്കുവാൻ തക്ക രീതിയിൽ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം അഡ്മിഷൻ കിട്ടത്തക്ക നിലയിലുള്ള സംവിധാനവും നമ്മുടെ കേരളത്തിൻ്റെ മന്ത്രിസഭയിൽ എടുത്ത് നടപ്പിലാക്കുവാനുള്ള ശ്രമത്തിലേക്ക് മുമ്പോട്ടിരിക്കുകയാണ്.
നമുക്കറിയാം ഇന്ന് പ്രൈവറ്റ് ആയാലും അല്ലാത്ത മേഖലകളിലേക്ക് കടന്നു കയറുന്നവരുണ്ട്. ഉപരി വിദ്യാഭ്യാസത്തിന് വിദേശങ്ങളിലേക്ക് കടന്നു കയറുന്നു. മറ്റ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട്. അതോടൊപ്പം തന്നെ IT മേഖലകളിൽ മറ്റിതര മേഖലകളിലൊക്കെ പോകുന്ന കുട്ടികൾ SLC കഴിഞ്ഞാൽ അങ്ങനെ പോയി ജോലി മേടിക്കുന്ന ധാരാളം കുട്ടികളും നമ്മുടെ കേരളത്തിൽ നമുക്കിന്ന് കണ്ടുവരുന്നു. എന്നാൽ ഉപരി വിദ്യാഭ്യാസ രംഗത്തേക്ക് പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ അന്യരാജ്യങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥ കേരളത്തെ സംബന്ധിച്ച് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഒരുപക്ഷെ ചിന്തിച്ചാൽ ചില രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയിലും മറ്റിതര രാജ്യങ്ങളിലൊക്കെ നാം എടുത്ത് പരിശോധിച്ചാൽ യുദ്ധമുണ്ടായ പ്രദേശത്ത് ഉൾപ്പെടെ ഇന്ന് പരിശോധിക്കുമ്പോൾ ഒരുപാട് മലയാളികൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. പഠിക്കുവാൻ വേണ്ടി പോയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും. അതൊക്കെ നമുക്കറിയാം. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസത്തിനെയൊക്കെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് നല്ല പണം ചെലവഴിച്ചുകൊണ്ട് വിദേശങ്ങളിൽ പോയി പഠിക്കുവാനാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യം. അങ്ങനെയൊക്കെ പോകുന്ന കുടുംബങ്ങൾ, നമുക്ക് പണമുള്ളവർ അങ്ങോട്ട് പോകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഒരുപക്ഷെ നല്ല സ്കോളർഷിപ്പ് കഴിഞ്ഞ് ഉപരി വിദ്യാഭ്യാസത്തിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ നമുക്കറിയാം, അവരെ നമുക്കൊന്നും പറയാൻ പാടില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ സ്വന്തം വീട് പോലും പണയം വെച്ച് അത് 25 ലക്ഷവും 30 ലക്ഷവും ഒക്കെ എടുത്ത് വിദേശത്ത് പോയി പഠിക്കുവാൻ തയ്യാറായി പോകുന്ന കുഞ്ഞുങ്ങൾ പഠിത്തം കഴിഞ്ഞ് ഒരുപക്ഷെ തിരിച്ചു വരുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വീട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് പലപ്പോഴും കേരളത്തെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയും. പല ആൾക്കാരും വിദ്യാഭ്യാസം പോലും എടുത്തിട്ട് അവരുടെ പഠിത്തം പോലും പൂർത്തീകരിക്കാൻ, അവർക്ക് ജോലി കിട്ടുമ്പോൾ തിരിച്ചിത്ര വർഷത്തിനകം അടയ്ക്കണമെന്ന് തീരുമാനമെടുത്താൽ പോലും അത് പൂർത്തിയാക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പഠിച്ചാൽ തന്നെ, ഇവിടെ പഠിച്ച് ആര് ആകണമെങ്കിലും അവർക്ക് ആകാൻ തത്തനിക്കയിൽ മാറി. നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷം മുമ്പ് കൊല്ലം നമ്മുടെ ഇവിടെ കടയ്ക്കൽ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു ചേർന്ന് IAS കിട്ടിയ ഒരു പയ്യനെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നിരവധിയായിട്ടുള്ള IAS ഉൾപ്പെടെയുള്ള കിട്ടുന്ന തരത്തിലേക്ക് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിച്ച് ഉയർന്ന മേഖലകളിലേക്ക് കടന്നു പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്കിന്ന് ധാരാളം കാണുവാൻ കഴിയും. എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ നമ്മുടെ വിദ്യാർത്ഥികളോട് നമ്മുടെ രക്ഷകർത്താക്കൾ ആവർത്തിച്ച് പറയും, നിങ്ങൾ പഠിക്കണം എന്ന് പലപ്പോഴും പറയും. ആ കുഞ്ഞുങ്ങളുടെ പുറത്ത് നടക്കുന്നൊരവസ്ഥ, നിങ്ങൾ പുസ്തകം എടുക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ അത്തരത്തിലുള്ളൊരു വലിയ അവസ്ഥയൊന്നും കേരളത്തെ സംബന്ധിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുകയാണ്. കാരണം കൂടെ ഉള്ളവർ നല്ലതുപോലെ പഠിക്കുന്നു, നല്ല മാർക്ക് കിട്ടുന്നു. അപ്പോൾ ഞാനും ഒട്ടും മോശമല്ല എന്ന തരത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും മത്സരിച്ച് പഠിക്കുന്നു. ഒരു പഠിത്തത്തിൽ നമുക്കറിയാം, പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 2-3 ക്വസ്റ്റ്യൻ വിട്ടു പോകുമ്പോഴാണ് വീട്ടിൽ വന്ന് അല്ലെങ്കിൽ കൂട്ടുകാരോട് പറയുന്നത്, അത് എനിക്ക് അറിയാമായിരുന്നു, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നില്ല. അങ്ങനെ ദുഃഖം കൊണ്ട് നടക്കുന്ന കുട്ടികളും നമ്മുടെ ഇവിടെ സഹപ്രവർത്തകരായിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ ഇവിടെ ഒട്ടനേകം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലേക്ക് നമുക്ക് ഇന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ നമുക്കറിയാം ഒരു കുറവുമില്ല. നമ്മുടെ സ്കൂൾ കെട്ടിടങ്ങൾ ഉൾപ്പെടെ അതെല്ലാം ചെയ്തുകൊണ്ട് ആധുനിക സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഓരോ സ്കൂളുകളിലും നടപ്പിലാക്കിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ ഇരുന്ന് പഠിക്കുവാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം സ്കൂളുകളുടെയും ഈ കോളേജുകളുടെയും ഒക്കെ അവസ്ഥ നമുക്ക് നല്ലതുപോലെ ഇന്ന് അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റത്തിന് വിധേയമാകുവാൻ തുടക്കം കുറിച്ചത് ഈ ഗവൺമെൻറ്റാണ് എന്ന് നമുക്ക് ഉറക്കെ പറയുവാൻ കഴിയും. എല്ലാ ഗവൺമെൻറ് സ്കൂളുകൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടുന്ന പണം എല്ലാ സ്കൂളുകളിലേക്കും നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഗവൺമെൻറ് എന്നുള്ളത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുകയാണ്. പല സ്കൂളുകളിലും നമുക്ക് അതിന് തറക്കല്ലിടുവാൻ ചിലപ്പോൾ സാധിച്ചിട്ടില്ല. പലവിധ സാങ്കേതിക പ്രശ്നങ്ങളാൽ നമുക്കതിന് ചിലപ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ മാറ്റമാണ് അവിടെ എല്ലാം നമുക്ക് കാണുവാൻ സാധിച്ചത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ വികസനം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ലതുപോലെ പഠിക്കണം. നിങ്ങളൊക്കെ ഇത്തവണ ഇത്തരത്തിലുള്ള അവാർഡ് 10ാം ക്ലാസ് പഠിക്കുന്നവർ 12ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഇനിയും അടുത്ത ഈ എല്ലാം A+ലേക്ക് വരത്തക്കതിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം. പഠിക്കാത്ത ചില കുഞ്ഞുങ്ങളുണ്ട്. പലപ്പോഴും ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കുന്നവർക്ക് മാത്രം ആദരവ് കൊടുത്താൽ പഠിക്കാത്തെന്ന് പറയുമ്പോൾ അത്യാവശ്യം ജയിക്കും. ആ കുഞ്ഞുങ്ങൾക്കൊരു സങ്കടമുണ്ട്. കാരണം എനിക്ക് അത്രയും മാർക്ക് മേടിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള കുട്ടികൾ, അവർക്കും യഥാർത്ഥത്തിൽ നല്ലതുപോലെ പഠിച്ചാൽ വരാൻ പോകുന്ന ഘട്ടത്തിൽ അവർക്ക് ഉയർന്നു വരാം.
നമ്മുടെ ചില കളക്ടർമാർ ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പഴയ ചില കളക്ടർമാരാണ്. 10ാം ക്ലാസ് തോറ്റവർ പോലും IAS നേടിയെടുത്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരുപാട് അവസരം കിട്ടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ ഈ കേരളം. അതുകൊണ്ട് അവർ നല്ലതുപോലെ ഉയർന്ന മാർക്ക് മേടിക്കുവാൻ നമുക്ക് പുസ്തകത്തിൻ്റെ മുമ്പിൽ കുറച്ചിരുന്നാൽ തീർച്ചയായിട്ടും അത് സാധിക്കുമെന്നുള്ളതിന് വലിയ മാറ്റമൊന്നുമില്ല. ആ തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരും. ഇന്ന് പലപ്പോഴും നമുക്കറിയാം 10ാം ക്ലാസ്സിൽ ഒരേപോലെ ക്ലാസ്സിൽ പഠിച്ചുയർന്നു വരുന്ന 2A+ സൃഷ്ടിക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ 12ാം ക്ലാസ്സിൽ മാത്രമല്ല അനിയത്തിയും ചേട്ടത്തിയും ഒരുപോലെ വരുന്ന ചില സ്കൂളുകളിലെ കുട്ടികളെ എനിക്ക് കാണുവാൻ അവസരം കിട്ടി. അപ്പോൾ ആ തരത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തു കൂടി നമ്മുടെ ഈ കുട്ടികൾക്ക് കടന്നു ചെല്ലുവാൻ അവർക്ക് ഏത് വിഷയം എടുത്ത് പഠിക്കണമെങ്കിലും കേരളത്തിൽ അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യവും സംവിധാനവും ഒക്കെ ഇന്നുണ്ട് എന്നുള്ളതാണ്. രാജ്യത്തെ ഇതര കോളേജുകളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും അതിനോടൊപ്പം ഉയർന്നു നിൽക്കുവാൻ നമ്മുടെ കേരളത്തിലെ വലിയ കോളേജുകൾക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ആ കോളേജുകൾ നമുക്കറിയാം AA+ ഉയർന്നു നിൽക്കുന്ന കോളേജുകളാണ്. അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി എടുത്താൽ നമുക്ക് കാണാനുണ്ട്. അത് നമ്മുടെ മറ്റിതര ഗാന്ധി യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ പറ്റും. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ അറിയപ്പെടുന്ന പല യൂണിവേഴ്സിറ്റികളും നല്ല ഉന്നത നിലവാരത്തിലേക്ക് എത്തിയ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ രാജ്യത്ത് 200 എണ്ണം ഉണ്ടെങ്കിൽ അതിൽ 42 എണ്ണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് എന്നുള്ള കണക്കുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ജനിച്ചു വീഴുന്ന ഓരോ കുട്ടികൾക്കും വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ഗവൺമെൻറ്റുകൾ. അത് ഇന്ത്യ എടുത്ത് പരിശോധിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റിതര സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം കേരളത്തിലുള്ളതുപോലെ മുക്കിനും മൂലയിലും ഒരു പഞ്ചായത്ത് എടുത്താൽ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു പഞ്ചായത്ത് എടുത്താൽ നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ മറ്റിതര സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള അവസ്ഥ നമുക്ക് പലപ്പോഴും കാണാൻ സാധ്യമാകുന്നില്ല എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെയുള്ള കുഞ്ഞുങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കൂടി എത്തിച്ചേരുവാൻ സാധ്യമാകുന്നില്ല. പലരും നമുക്കറിയാം ഇനി അടുത്ത കോഴ്സുകളിലേക്ക് പഠിക്കുവാൻ വേണ്ടി തൃശ്ശൂരും എറണാകുളത്തും കാലിക്കറ്റിലും ഒക്കെ പോയ ധാരാളം കുട്ടികളുണ്ട്. അവരുടെ രക്ഷകർത്താക്കളോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോ ഒക്കെ ഈ അവാർഡ് ഏറ്റുവാങ്ങുവാൻ വന്നിട്ടുള്ളതും നമുക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ശരി, ആ കുട്ടികളൊക്കെ പഠിച്ച് ഉന്നത മേഖലകളിലേക്ക് എത്തട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്തിൽ A+ കിട്ടിയ SLC അതുപോലെ 12ാം ക്ലാസ് കുട്ടികളെ ആദരിക്കുക എന്നുള്ള ചടങ്ങാണ് വെച്ചിരിക്കുന്നത്. ആദരം നിങ്ങളുടെ ഇവരുടെയും സാന്നിധ്യത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അവരെ ക്ഷണിക്കുന്നു. ബഹുമാനിയായ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, സ്വാഗതം ആശംസിച്ച വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, വേദിയിലിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഹുമാന്യനായ രവീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീമതി സലീല, ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ, ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട സെക്രട്ടറി, അതിലുപരിയായി മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള അടക്കമുള്ള CPIയുടെ ലോക്കൽ സെക്രട്ടറി ശ്രീ അജയൻ അടക്കമുള്ള ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ ബഹുമാന്യരെ, ഏറ്റവും സ്നേഹമുള്ള അവാർഡുകൾ ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥിനികളെ, രക്ഷകർത്താക്കളെ, ഒരുപാടൊന്നും സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല. ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് SSLC+2 പരീക്ഷയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയ പ്രതിഭകളെ ആദരിക്കുന്ന മഹനീയ ചടങ്ങാണ്. ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് ആത്മാർത്ഥമായി പരിശ്രമിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായിട്ടുള്ള മിനി സുനിലിനെ ഭരണസമിതി ആദ്യമായി അനുമോദിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുവാനുള്ളത്, എല്ലാവർക്കും SSLCക്ക് A+, അതുപോലെ തന്നെ
+2 ഒക്കെ വാങ്ങി ഉപരിപഠനത്തിനൊക്കെ പോകുന്ന നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുകയും നമ്മൾ അധ്യാപകരെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളെയും നന്നായി ബഹുമാനിച്ചുകൊണ്ട് ഒരു ലക്ഷ്യബോധത്തോടുകൂടി പഠിക്കുവാൻ നിങ്ങൾ തയ്യാറാവണം. എല്ലാവർക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടറോ എഞ്ചിനീയറോ അധ്യാപകനോ സയന്റിസ്റ്റോ ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ല മനസ്സിന്റെ ഉടമകളായി സമൂഹത്തെ തിരിച്ചറിയുന്ന അതുപോലെ തന്നെ സാംസ്കാരിക ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല മനുഷ്യരാകാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുക. അമ്മ, അച്ഛൻ, സഹോദരൻ അങ്ങനെ തുടങ്ങിയ ബന്ധങ്ങൾക്ക് എല്ലാം ഒരു തരം മൂല്യച്യുതി ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഉപരിപഠനത്തിന് പോകുന്ന നിങ്ങളെ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളെ തരണം ചെയ്യേണ്ടതായിട്ട് വരും. നമ്മളിപ്പോൾ സമൂഹം കാണുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട ധാരാളം കുട്ടികൾ അറിഞ്ഞും അറിയാതെ അതിൽ ഭാഗമാക്കാവുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിഞ്ഞുകൊണ്ട് മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് പട്ടിണി കിടന്നുകൊണ്ടാണ് ഓരോ കുഞ്ഞിനെയും അമ്മയും അച്ഛനും പഠിപ്പിച്ചിട്ടുള്ളത്. അവരുടെ സ്വപ്നമാണ്, അവരുടെ സങ്കല്പമാണ്, അവരുടെ പ്രതീക്ഷകളാണ് ഓരോ കുഞ്ഞുങ്ങളും. ആ ലക്ഷ്യം നിറവേറ്റുവാൻ അതുപോലെ നിങ്ങളെ ഈ നിലയിലേക്ക് ഉയർത്തിപ്പിടിച്ച നിങ്ങളുടെ അധ്യാപകർ പഴയ രീതിയൊന്നുമല്ല. അധ്യാപകരെ സംബന്ധിച്ച് പറയുമ്പോൾ അധ്യാപകര് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളെയും കാണുന്നത്. അതിന്റെ ഭാഗമായി നല്ല നിലവാരത്തിലാണ് ഓരോ കുഞ്ഞുങ്ങളും ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ തരത്തിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി കഠിന പ്രയത്നം ചെല്ലുമ്പോഴും നമ്മൾ വന്ന വഴികൾ മറക്കരുത്. നമ്മുടെ സമൂഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ കുടുംബത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആരാകണം എന്ന ഒരു തിരിച്ചറിവോടുകൂടി നല്ല മനസ്സിന്റെ ഉടമകളായി നമ്മുടെ ഈ ചടയമംഗലത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുവാൻ നല്ല രീതിയിൽ എല്ലാ രംഗങ്ങളിലും ശോഭിക്കുവാൻ കഴിയുന്ന നമ്മുടെ ചടയമംഗലത്തിന്റെ അഭിമാനങ്ങളായി ഓരോ കുഞ്ഞുങ്ങളും വളരെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുമോദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ വളരെ സന്തോഷവും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അനുമോദിച്ചു ആശീർവദിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരീവി നായർ അവരെ ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയകരിയായ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ കേരളത്തിൻ്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി പ്രിയകരിയായ എംഎൽഎ ശ്രീമതി ജെ ചിഞ്ചുറാണി, വേദിയിലും സദസ്സിലുമായുള്ള ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള കുട്ടികളെ, രക്ഷിതാക്കളെ, ആദ്യം തന്നെ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ അനുമോദിക്കുന്നു. ഒപ്പം ഉന്നത വിജയം നേടി ഈ അനുമോദനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട മിടുക്കന്മാരെയും മിടുക്കികളെയും അനുമോദിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു ആദരവ് ലഭിക്കുന്നത് നമുക്ക് ഈ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് ലഭിക്കുന്ന ഓരോ ആദരവും കൂടുതൽ ഉത്തരവാദിത്വമുള്ള ആളുകളാക്കി നമ്മളെ മാറ്റുന്നു എന്നുകൂടി നമ്മളതിനോട് ചേർത്ത് വായിക്കും. വരാൻ പോകുന്ന പരീക്ഷയിൽ മികച്ച വിജയം നേടുന്നവരായി നമുക്ക് മാറാൻ കഴിയും. അതിനുള്ളൊരു പ്രോത്സാഹനവും പ്രചോദനവുമാണ് ഇപ്പോൾ ഈ നൽകുന്ന ആദരവ്. ചടയമംഗലത്തിൻ്റെ പേര് വാനോളം ഉയർത്തുന്ന തലത്തിലേക്ക് അക്കാദമിക രംഗത്ത് വലിയ മികവുള്ളവരായി ഭാവിയിൽ നിങ്ങളെല്ലാവരും മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ചടയമംഗലത്തിൻ്റെ വ്യക്തിപരമായി ചടയമംഗലത്തുകാരൻ എന്നുള്ള നിലയിൽ നിങ്ങളുടേതൊരു കാര്യം കൂടി പങ്കിടാനുള്ളത്, ചടയമംഗലത്തിൽ ഒരുപാട് ഡോക്ടർമാരും എഞ്ചിനീയർമാരും അങ്ങനെ ഉന്നത മേഖലയിലെത്തിയിട്ടുള്ള ഒരുപാട് ആളുകൾ, നിങ്ങളുടെ മുന്നേ നടന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ചടയമംഗലം പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ സിവിൽ സർവീസിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത. നമുക്കറിയാം, അത് ഒരു കാലത്ത്
അപ്രാപ്യമായിരുന്ന ഒരു കാര്യമായിരുന്നു സിവിൽ സർവീസ്. നമുക്ക് അത് പണമുള്ളവന്റെ കൈകളിലേക്ക് മാത്രം എത്താൻ കഴിയുന്ന ഒരു സാധനമായിരുന്നു എന്ന് നമ്മളെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് സാധാരണ കുടുംബങ്ങളിലേക്ക്, സാധാരണ മനുഷ്യരിടയിലേക്ക്, അവർ സർക്കാർ സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് വളരെ അടക്കമുള്ള കുട്ടി നേടിയ സിവിൽ സർവീസ് ഒരു അമ്മയാണെങ്കിൽ LGHSലെ അധ്യാപികയായിരുന്നു. അപ്പോൾ ആ തരത്തിൽ നിങ്ങളിലൊരാൾ, ഒന്നിലധികം ആളുകൾ ആ നിലയിലേക്ക് ഉയർന്ന് ഈ ചടയമംഗലത്ത് ഉണ്ടായി വരുന്ന ആദ്യത്തെ സിവിൽ സർവീസ് ജേതാവായി നിങ്ങളിൽ ചിലർക്കെങ്കിലും മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതിലേക്കൊരു ലക്ഷ്യം കൂടി നമ്മുടെ എല്ലാം മനസ്സിൽ വെച്ച് നമുക്ക് പഠിക്കാൻ കഴിയണം. ആ തരത്തിലേക്ക് ചടയമംഗലത്തിൻ്റെ SS നിങ്ങളിലൂടെ ഒരുപാട് പേരുകളിലേക്ക് എത്തുന്ന തരത്തിലേക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ടതിനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകളും അനുമോദനങ്ങളും അറിയിച്ചു. ഞാൻ നന്ദി, നമസ്കാരം. തുടർന്ന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഡിവിഷൻ മെമ്പർ കൂടിയായിട്ടുള്ള NS സലീന അവരെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിനെ ധന്യമാക്കാനെത്തിയിട്ടുള്ള ഏറ്റവും സ്നേഹമുള്ള പ്രതിഭകളെ, ഈ ചടങ്ങിന്റെ ബഹുമാനിയായ അധ്യക്ഷ, ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മിനി സുനിൽ, ഈ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ ബഹുമാനിയായ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയും നമ്മുടെ MLAയുമായിട്ടുള്ള ശ്രീമതി J. ചിഞ്ചുറാണി അവർകൾ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബഹുമാനിയായ പ്രസിഡന്റ് ശ്രീമതി ലതിക വിദ്യാധരൻ, സ്വാഗതം ആശംസിച്ച് പ്രസംഗിച്ച ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു, ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷ ശ്രീമതി റീജ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീമാൻ വിഷ്ണുരാജ് തുടങ്ങി മുൻ പ്രസിഡന്റായിരുന്ന വാർഡംഗം ശ്രീമതി JV ബിന്ദു, ഗ്രാമപഞ്ചായത്ത് അംഗം ജയലേഖ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള മഞ്ജു മറിയപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ഉഷ ബോസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരി വി നായർ തുടങ്ങി, അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗം ബാബുര തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും ഒക്കെ പ്രതിനിധികൾ ആയിട്ടുള്ളവരെ, പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ നല്ല ചടങ്ങ് സംഘടിപ്പിച്ച ചടയമംഗലം ഗ്രാമപഞ്ചായത്തിനെ ഞാൻ അനുമോദിക്കുകയാണ്. പ്രതിഭകളായിട്ടുള്ള ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുട്ടികളെ ആദരിക്കുന്നതിന് ഈ മേഖലയ്ക്ക്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ പ്രതിഭകളായിട്ടുള്ള നിങ്ങൾ തുടർന്നും നിങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വരുന്ന കോഴ്സുകളെയും നിങ്ങൾ അതേ രീതിയിൽ കാണണം. അതുപോലെ തന്നെ നല്ല മിടുക്കരായി പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് നന്നായി പഠിച്ച് നിങ്ങളൊരു പൊസിഷനിലെത്തണം. വിശിഷ്യ പെൺകുട്ടികളും സ്വന്തം കാലിൽ വരുമാനം ഉണ്ടാക്കി പദവിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങൾ നല്ലൊരു പദവിയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ, അത് സർക്കാരോ സർക്കാർ ഇതര പദവികളോ ഏതുമായിക്കോട്ടെ, ആ പദവിയിൽ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഈ സമൂഹത്തിലുള്ളവരെ സേവിക്കാനും കൂടിയാണ് നിങ്ങൾ ആ പദവിയിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങളെ സേവിക്കുന്നതിനുള്ള ഉദാരമായ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ള നല്ല സേവന മനോഭാവമുള്ള പദവിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി
ജനപ്രതിനിധികൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരടക്കമുണ്ട്. സമയക്കുറവ് മൂലം അവരാരും തന്നെ അതിനെ മുതിരുന്നില്ല. നമുക്ക് ആദരവ് ചടങ്ങിലേക്ക് കടക്കാം. ആദ്യം ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട് വരേണ്ടത് +2 തലത്തിലുള്ള കുട്ടികളാണ്. പേര് വിളിക്കുന്നു. ആര്യനന്ദായം, ആര്യനന്ദ. അടുത്തയാള് മീരാക്കിരൺ. ഈ അവാർഡിന്റെ ഫോട്ടോ കണ്ടതാണ് എനിക്ക് അയച്ചത്. ഞാൻ എടുത്തിട്ടുണ്ട്. മഹേശ്വർ എച്ച്. മഹേശ്വർ. റഹിന ഫാത്തിമ. രഹന ഫാത്തിമ. വൈഷ്ണവി. കൃഷ്ണഗാഥ. കൃഷ്ണഗാഥ. ഫെബിജ ആർ ബിനു. ദേവനന്ദൻ. ഇനി ഉപഹാരങ്ങൾ നൽകുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ഗൗരി KS. സന നവാസ്. സന നവാസ്. അശ്വതി S. അശ്വതി S. ശ്രേയ PS. ശ്രേയ PS. ആര്യ സുരേഷ്. ആര്യ സുരേഷ്. അക്ഷര TS. അക്ഷര. ആതിര MS. ആതിര. ആതിര MS. ഫാത്തിമ ജൗഹർ. ഫാത്തിമ. ശിവ S. പിള്ള.
അനശ്വര അജിത്ത്. അനശ്വര. ഉപഹാരങ്ങൾ നൽകുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. നയന AS. നയന. മുഹമ്മദ് നബി. മുഹമ്മദ് നബി. നയന AS. ഹഫ്സ. ഹഫ്സ. പ്രണവ്. പ്രണവ്. നീരജ കൃഷ്ണ. നീരജ കൃഷ്ണ. ചൈതന്യ. ഗൗരി പാർവതി. അനുശ്രീ UN. അനുശ്രീ. ആദിത്യൻ. കാർത്തിക്. +2 വിഭാഗം അവസാനിക്കുകയാണ്. തുടർന്ന് SSLC വിദ്യാർത്ഥികളെ ക്ഷണിക്കുകയാണ്. നയന വിനോദ്. അർച്ചന. അനന്യ. അനന്യ. അനശ്വര P. ഉപഹാര വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കുന്നു. അനുജ അനിൽ. അനുജ അനിൽ. കവിത SR. കവിത. അമീൻ ഷാ. അമീൻ ഷാ. ഫർഹാൻ മുഹമ്മദ്. ഫർഹാൻ മുഹമ്മദ്. റഫ്ന ആസാദ്. റഫ്ന ആസാദ്. ആദിത്യ കൃഷ്ണ.
മുഹമ്മദ് ആർ റസ്വ, മുഹമ്മദ് ആർ റസ്വ, ആർച്ച എസ് ഉണ്ണി, റുഷിദ ഫാത്തിമ, ആർച്ച ഷൈജു, ആർച്ച ഷൈജു, നായിഫ് സജീവ്, നായിഫ് സജീവ്, ഫിദ ഫാത്തിമ, ഫിദ ഫാത്തിമ, ഷംന ഫാത്തിമ, നാദിയ, നാദിയ, അസ്ന ഫാത്തിമ, കൃഷ്ണതീർത്ഥ, കൃഷ്ണതീർത്ഥ, ശിവതീർത്ഥ, ശിവതീർത്ഥ, ദിയ ബിജു, ദിയ, റിയ ഫാത്തിമ, റിയ ഫാത്തിമ, ദേവേന്ദു, 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 അൽസിഫ് ഫിറോസ്, അൽസിഫ് ഫിറോസ്, നക്ഷത്ര, നക്ഷത്ര, സഫ യസ, സഫ, ആദിത്യ, ആഹിൽ അമീൻ, ആഹിൽ അമീൻ, രജിൻ രാജ്, രജിൻ രാജ്, അഭിഷേക് എസ്, അഭിഷേക്, മാളവിക, മാളവിക, സൽമാ സമദ്, ഫർഹാൻ, ഫർഹാൻ, നവമീ കൃഷ്ണ, കീർത്തന ബിജു, കീർത്തന ബിജു, തീർത്ഥ ആർ എസ്, അനുശ്രീ, നസ്മി എം, നസ്മി, ജഗൻജിത്ത്,
ജഗൻ ജിത്ത്, ഷിഫ ഫാത്തിമ, ഷിഫ ഫാത്തിമ, മുഹമ്മദ് സുഫിയാൻ, മുഹമ്മദ് സുഫിയാൻ, ശ്വേത ആർ മനോജ്, ശ്വേത, ശ്വേത, ഹന്ന ഫാത്തിമ, റിയ റാഹിം, റിയ, മാളവിക എസ് ആർ, മാളവിക എസ് ആർ, ഷഫാസ് മുഹമ്മദ്, ഷഫാസ് മുഹമ്മദ്, ഫിയ ഷംനാദ്, ഫിയ, അഫ്സൽ മുബാഷ്, ഫിദ ഫാത്തിമ, ഫിദ ഫാത്തിമ, നക്ഷത്ര എം, നക്ഷത്ര, പാർവതി ദിവ്യൻ, പാർവതി, മുഹമ്മദ് അസ്ലം, പാർവതി എ വി, പാർവതി എ വി, നബീൽ എൻ, നബീൽ, നബീൽ, വിഷ്ണുജ പി എൻ, വിഷ്ണുജ, വിഷ്ണുജ, കാർത്തിക് എസ് ജെ, കാർത്തിക്, ഫെബിന, ഫെബിന, ആരതി, ഫെബിന, ആരതി, ഹസ്ന ബിന്ദു ഷരീഫ് കുഞ്ഞ്, പ്രാർത്ഥന കുറുപ്പ്, പ്രാർത്ഥന, ഗണേഷ്, 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 ആരോമൻ, ആരോമൻ, അനശ്വര ആർ എസ്, അനശ്വര, അനശ്വര, ശിവതീർത്ഥ, ശിവതീർത്ഥ, അൻഫ ഫാത്തിമ, അൻഫ ഫാത്തിമ, ആരോമൽ യു,
ജ്യോതിലക്ഷ്മി, ആമിന, മെർലിൻ സാം, മുഹമ്മദ് ആസിഫ്, അഫ്ന, സമന്യു, ഇവിടെ വന്നതിൽ ആർക്കെങ്കിലും മൊമെന്റം കിട്ടാതെ ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരിക. മികവ് 2025 നന്ദി പറയുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനീയനുള്ള സെക്രട്ടറി ഷജുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഈ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചറാണി, അധ്യക്ഷം വഹിച്ച ഗ്രാമപഞ്ചായത്ത് ശ്രീമതി മിനിസുനിൽ, മറ്റ് ജനപ്രതിനിധികൾ, ഈ ചടങ്ങിൽ ആദരവ് ഏറ്റുവാങ്ങിയ +2 SSLC വിജയികൾ എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു.